വയനാട്ടിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം 2000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് വയനാടിന് കിട്ടുകയാണെങ്കിൽ ഈ വയനാടിനെ പുനർനിർമ്മിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആത്മവിശ്വാസം. മറ്റൊരു സ്റ്റോറിയിലേക്ക്, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ KSEB ചേർത്ത് പിടിക്കുന്നെന്ന സന്തോഷകരമായ വാർത്തയുണ്ട്. പുനരധിവാസത്തിൻ്റെ ഭാഗമായി വാടക വീടുകളിൽ താമസിക്കുന്നവരിൽ നിന്ന് വൈദ്യുതി ചാർജ് ഈടാക്കില്ല എന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഇന്ന് 24-നോട് പറഞ്ഞു. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേരള ഹൈക്കോടതി കേസെടുത്ത കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകും. ആ നടപടിയെ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഇന്ന് സ്വാഗതം ചെയ്തു. സർവ്വതും നഷ്ടപ്പെട്ട് വാടക വീടുകളിലേക്ക് എത്താൻ പോകുന്ന ദുരന്തബാധിതർക്ക് അല്പമെങ്കിലും ആശ്വാസമാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. നേരത്തെ ഉരുൾപൊട്ടൽ മേഖലയിലെ താമസക്കാരിൽ നിന്ന് 6 മാസത്തേക്ക് കുടിശ്ശിക ഈടാക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. വാടക വീടുകളിലേക്ക് മാറുന്നവരിൽ നിന്നുകൂടി ചാർജ് ഈടാക്കില്ലെന്ന് അറിയിക്കുകയാണ് മന്ത്രി. വീടിന്റെ പഴയ ലോൺ മറ്റേ അടയ്ക്കാനുണ്ടെന്നുണ്ടല്ലോ, അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അടച്ചിട്ടേ കൊടുക്കുള്ളൂ. അതൊക്കെ ഉപേക്ഷിച്ചു. പിന്നീട് വരുന്ന കണക്ഷനും 3 മാസം ഉണ്ടാവില്ല. ക്വാർട്ടേഴ്സുകളിൽ കാരപ്പുഴ, അതിൽ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ ഒന്നും ലൈറ്റ് ഇല്ല. അവിടെ ആരും താമസമില്ല, അവിടെ ഒക്കെ ലൈറ്റ് ഇട്ട് കൊടുക്കാം, ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനം. KSEBക്ക് കീഴിലുള്ള ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ ദുരന്തബാധിതർക്ക് നൽകുന്ന കാര്യവും പരിശോധിക്കുമെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതേസമയം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി നടപടിയെ കൃഷിമന്ത്രി P. പ്രസാദ് സ്വാഗതം ചെയ്തു. വയനാട് ദുരന്തത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും ജീവിതത്തെയും എങ്ങനെയെല്ലാം കണക്കാക്കണം എന്ന് ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് കേരള ഹൈക്കോടതി നീങ്ങിയിരിക്കുന്നത്. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ വലിയ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഹൈക്കോടതി നടപടി കേരളത്തിൽ ഗുണകരമായ മാറ്റമുണ്ടാക്കും. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പ് ഈ മാസം 13-ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതായും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. 24 പാലക്കാട്.